വളരെ കൗതുകം നിറഞ്ഞ സ്ഥലങ്ങളാണ് ദ്വീപുകൾ. ലോകത്തിൽ ഒരുപാട് ദ്വീപുകളുണ്ടെങ്കിലും അവയിൽ ചിലത് വളരെ വ്യത്യസ്തമായതാണ്. അത്തരത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന കുറച്ച് വിചിത്രമായ ദ്വീപുകളാണ് ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓസ്ട്രേലിയയിൽ നിന്ന് 595 കിലോമീറ്റർ അകലെ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിചിത്രമായ ദ്വീപാണ് ബോൾസ് പിരമിഡ്. ഇത് യഥാർത്ഥത്തിൽ 7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഒരു അഗ്നിപർവ്വതത്തിന്റെ ശേഷിക്കുന്ന അവശിഷ്ടമാണ്. 1843 അടി ഉയരം വരുന്ന ഈ ഐലൻഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കടൽക്കൂനയാണ്. 1965 മനുഷ്യർ ആദ്യമായി ഇവിടെ കാലുകുത്തുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് 2001 കണ്ടെത്തിയ പ്രത്യേക ഇനം സ്റ്റിക്ക് ഇൻസെക്റ്റുകൾ. ഓസ്ട്രേലിയയിൽ നിന്ന് 1500 കിലോമീറ്റർ അകലെയുള്ള ക്രിസ്മസ് ഐലൻഡ് എന്ന ദ്വീപ് 50 മില്യൺ റെഡ് ക്രാബുകളുടെ വാസസ്ഥലമാണ്. എല്ലാ വർഷവും നവംബർ ഡിസംബർ മാസങ്ങളിൽ ലക്ഷക്കണക്കിന് ഫീമെയിൽ റെഡ് ക്രാബുകൾ തങ്ങളുടെ മുട്ടകൾ കടലിൽ നിക്ഷേപിക്കാനായി തീരപ്രദേശത്തെത്തും. ഇത് ഗ്രേറ്റ് റെഡ് ക്രാബ് മൈഗ്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഫീമെയിൽ റെഡ് ക്രാബ് 100,000-ലധികം മുട്ടകൾ കടലിൽ നിക്ഷേപിക്കും. ഏകദേശം 2 ആഴ്ച കഴിയുമ്പോൾ ഈ മുട്ടകൾ വിരിയുകയും ചെയ്യും. ഈ ചുവന്ന നിറത്തിൽ കാണുന്നത് അത്തരത്തിൽ വിരിഞ്ഞ റെഡ് ക്രാബ് കുഞ്ഞുങ്ങളാണ്. ജപ്പാന്റെ കരകടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഓക്കുനോഷിമ. എന്നാൽ ലോകം മുഴുവൻ ഈ ദ്വീപ് അറിയപ്പെടുന്നത് റാബിറ്റ് ഐലൻഡ് എന്ന പേരിലാണ്. വെറും 4 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഈ ദ്വീപ് 1000-ലധികം മുയലുകളുടെ വാസസ്ഥലമാണ്. മനുഷ്യരെ കാണുമ്പോൾ ഇവിടെയുള്ള മുയലുകൾ ഭക്ഷണത്തിനായി ഓടിയെത്തും. എന്നാൽ ഈ ദ്വീപ് 2ാം ലോക മഹായുദ്ധകാലത്ത് ആയിരക്കണക്കിന് ടൺ വിഷവാതകം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ പലവിധം ടെസ്റ്റുകൾക്കായി മുയലുകളെ ഈ ദ്വീപിൽ കൊണ്ടുവന്നതാണ് എന്നാണ് ചിലരുടെ വാദം. മാത്രമല്ല, ഈ ദ്വീപിൽ നായാട്ട് ബാൻ ചെയ്തതുകൊണ്ട് തന്നെ മുയലുകളുടെ എണ്ണവും കൂടി വന്നു. അർജന്റീനയിലുള്ള ഒരു വ്യത്യസ്തമായ ഐലൻഡാണ് റൊട്ടേറ്റിംഗ് ഐലൻഡ്. തികഞ്ഞ വൃത്താകൃതിയിലാണ് ഈ ദ്വീപ് കാണപ്പെടുന്നത്. എന്നാൽ ഈ ഐലൻഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2003 മുതൽ എടുത്ത സാറ്റലൈറ്റ് ഇമേജുകളിൽ നിന്ന് ഈ ഐലൻഡിന്റെ സ്ഥാനം ഓരോ ദിവസവും മാറുന്നതായി കണ്ടെത്തി. ഇത്ര പെർഫെക്ഷനോടെ സർക്കിൾ ഷേപ്പിൽ ഒരു ദ്വീപ് ഉണ്ടാക്കാൻ പ്രകൃതിക്ക് സാധിക്കുമോ? അതുകൂടാതെ ഓരോ ദിവസവും ഇതിന്റെ സ്ഥാനം എങ്ങനെ മാറുന്നു എന്നതും ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ഈ മാപ്പിലെ റെഡ് മാർക്കിൽ കാണുന്നത് ജപ്പാന്റെ തീരപ്രദേശത്തെ പൂച്ചകളുടെ വാസസ്ഥലമായ 11 ദ്വീപുകളാണ്. നക്കോഷിമ അഥവാ കാറ്റ് ഐലാൻഡ്സ് എന്നാണ് ഈ ദ്വീപുകൾ അറിയപ്പെടുന്നത്. 1940കളിൽ ഈ ദ്വീപിൽ ധാരാളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ജീവിച്ചിരുന്നു. മീൻവല നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സിൽക്ക് വർമുകളെ എലികൾ ഭക്ഷിക്കാൻ തുടങ്ങിയതോടെയാണ് പൂച്ചകളെ ഈ ദ്വീപിൽ കൊണ്ടുവന്നത്. എന്നാൽ മത്സ്യവ്യവസായത്തിന് തകർച്ച വന്നതോടെ ഈ ദ്വീപുകളിലെ ജനസംഖ്യയും കുറഞ്ഞു. എന്നാൽ അതേസമയം പൂച്ചകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഈ ദ്വീപുകളിൽ ആയിരക്കണക്കിന് പൂച്ചകളുണ്ട്. മാത്രമല്ല, ഓരോ വർഷവും നിരവധി ടൂറിസ്റ്റുകളാണ് ഈ പൂച്ചകളെ കാണാനായി മാത്രം ഈ ദ്വീപുകളിൽ എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടതിൽ ഏത് ദ്വീപാണ് കൂടുതൽ അതിശയം തോന്നിയതെന്ന് താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.